വെൽക്കം ടു AZB അക്കാഡമി. നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കർ അല്ലെങ്കിൽ മസ്തൂർ എക്സാമിൻ്റെ ഒരു പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോയുമായി വന്നിരിക്കുന്നത്. നമ്മുടെ എക്സാം ഡേറ്റിന് ഏകദേശം ഒരു കൺഫർമേഷൻ ആയിട്ടുണ്ട്. നമ്മുടെ സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലായിരിക്കും നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കർ അല്ലെങ്കിൽ മസ്തൂർ എക്സാം നടക്കുന്നത് എന്ന് നമുക്ക് ചെറുതായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പ്രിപ്പറേഷൻസ് ഒക്കെ ഏത് രീതിയിലാണ്, ഇപ്പം ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കിനും കുറച്ചും കൂടെയൊക്കെ നമുക്ക് ഉഷാറായിട്ട് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, അതിന് കുറച്ച് സീരിയസ്നെസ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നിങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ഗവൺമെൻറ് ജോബിലേക്ക് കയറാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ വന്നിരിക്കുന്ന അപ്ഡേഷൻസും കാര്യങ്ങളും, എത്ര ആപ്ലിക്കേഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ KSEB വർക്കർ എന്നുള്ള ഒരു പോസ്റ്റിലേക്കായിട്ട് നമുക്ക് 13 വർഷത്തിന് ശേഷമാണ് ഈ ഒരു എക്സാം ഇപ്പോൾ വിളിക്കുന്നത്. ഇതിനു മുൻപ് നമുക്ക് ITI ക്വാളിഫിക്കേഷൻ ആയിരുന്നില്ല, 10th ഫെയിൽഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ടായിരുന്നു ഈ ഒരു ജോബിലേക്ക് എല്ലാവരെയും അപ്പോയിൻമെൻറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് വിളിക്കുന്നത്. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് തന്നെ ഈ ഒരു വർക്കിൽ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവണം, അല്ലേ? അതിലിപ്പം 10th ഫെയിൽഡ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം വീണ്ടും കുറേ അധികം ട്രെയിനിങ് ഒക്കെ കൊടുത്തതിന് ശേഷം വേണം ഈ ഒരു സെക്ഷനിലേക്ക് അവരെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ITI കഴിഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവർക്ക് ഇതിനെക്കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ട്. അപ്പം അവർക്ക് മാത്രമല്ല, പിന്നെ ഭാവിയിൽ പ്രമോഷൻസും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ തന്നെ നല്ലൊരു ഹയർ പ്രമോഷനിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു സ്കോപ്പായിട്ടുള്ളൊരു ജോബാണ്. മേ ബി ഇനി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഓവർസിയർ ആവാം, സബ് എഞ്ചിനീയർ ആവാം. അതിനുശേഷം നിങ്ങൾ ഡിപ്ലോമ അതേപോലെയുള്ള എക്സാംസുകൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വരെ ആകാനായിട്ടൊക്കെയുള്ള സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് ഏതെന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ വർക്കർ അല്ലെങ്കിൽ മസ്തൂർ എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ നമ്മുടെ KSEB വർക്കറിലേക്ക് 29,363 അപേക്ഷകരാണ് ഇതുവരെ ഉള്ളത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 30,000-ഓളം ആൾക്കാരാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അപ്പോൾ ഈ 30,000 ആയിട്ടുള്ള ആൾക്കാരായിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, നിങ്ങൾ കോമ്പറ്റീഷൻ നടത്തി ഈ ഒരു എക്സാം ജയിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ചിലപ്പോൾ കൺഫർമേഷൻ കൊടുക്കുന്ന ആൾക്കാരൊക്കെ കുറയാം, എക്സാം എഴുതുന്ന ആൾക്കാർ വേണമെങ്കിൽ കുറയാം. ഇനി എക്സാം എഴുതി ഈ പറഞ്ഞ പോലെ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരുണ്ടാവും, അപ്പോൾ അവർക്ക് ചിലപ്പോൾ മറ്റുള്ള ജോലികൾ കിട്ടി, അങ്ങനെയൊക്കെ ഒരുപാട് വേരിയേഷൻസ് സംഭവിക്കാം കേട്ടോ. അത് നിങ്ങൾ ഓർത്ത് ഈ ഒരു ഹ്യൂജ് നമ്പർ കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കുകയോ ഒന്നും വേണ്ട. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിൽ വിളിച്ചിരിക്കുന്നത് 985 ഒഴിവുകളിലേക്കാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഇനി എക്സാം എല്ലാം കഴിഞ്ഞ് റിസൾട്ട് എല്ലാം വന്ന് റാങ്ക് ലിസ്റ്റ് എല്ലാം വന്നതിന് ശേഷം ആ സമയത്തുള്ള എന്തും കൂടെ വരും, വേക്കൻസികളും കൂടെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെയായിരിക്കും നികത്തുന്ന ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മുൻകാലങ്ങളിൽ എത്രത്തോളം അഡ്വൈസ് മെമ്മോകൾ പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അറിവിലേക്കായിട്ട് നമുക്കൊന്ന് ഷെയർ ചെയ്യാം. അതിനായിട്ട് ഇതാണ് മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ അഡ്വൈസ് പോയിട്ടുള്ള ഒരു നമ്പേഴ്സാണ് നമ്മൾ ഈ ഒരു ചാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്, അല്ലേ? തൃശ്ശൂർ ജില്ലയിൽ ഇതിനു മുൻപ് വിളിച്ചിരിക്കുന്നത് എക്സാം നടന്നിരുന്നത് 2013-ലാണ്. അതിൽ ടോട്ടൽ അഡ്വൈസ് മെമ്മോ പോയിരിക്കുന്നത് 514 പേർക്കാണ്. കണ്ടോ, ഒരു ജില്ലയിലെ വേക്കൻസി അല്ലെങ്കിൽ ഒരു ജില്ലയിൽ പോയിരിക്കുന്ന അഡ്വൈസ് മെമ്മോയുടെ എണ്ണമാണ് ഈ പറഞ്ഞ 514 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ മെയിൻ ലിസ്റ്റിൽ നിന്നും എത്ര റാങ്ക് വരെ എടുത്തിരുന്നു? 482-ാം റാങ്കുകാരന് വരെ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും ജോലി ലഭിച്ചിരുന്നു. പിന്നീട് നമ്മുടെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നും ഒക്കെ നമ്മളെ ആൾക്കാരെ എടുത്തിട്ടാണ് ഈ ഒരു 514 എന്ന് പറയുന്ന ആ ഒരു കൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി അടുത്ത ജില്ലയുടെ കാര്യം നോക്കുമ്പോഴത്തേക്കിനും ഏതാണ്? പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിൽ 449 അഡ്വൈസ് മെമ്മോ ആയിട്ട് ആണ് പോയിട്ടുള്ളത്. എത്രയാണ്? 449. അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്നും 381-ാം റാങ്കുകാരന് വരെ അഡ്വൈസ് മെമ്മോ കിട്ടിയിട്ടുണ്ട്. അത് ഈ രണ്ടും എന്ന് പറയുന്നത് തന്നെ ആയപ്പോൾ തന്നെ ഏകദേശം എത്രയായി? 900. ഇപ്പോഴത്തെ നിലവിലുള്ള വേക്കൻസിയുടെ എണ്ണം തന്നെയായി. 2 ജില്ലയുടെ കാര്യം ആയിട്ടുള്ളതെന്ന് ഓർക്കണം കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ നിലവിലെ വേക്കൻസി കഴിഞ്ഞ പ്രാവശ്യവും ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക.
പിന്നീട് റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് വേക്കൻസിയുടെ എണ്ണം കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി കണ്ണൂരിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്രയാണ്? 412 അഡ്വൈസ് മെമ്മോകളാണ് എവിടേക്ക് പോയിരിക്കുന്നത്? നമ്മുടെ കണ്ണൂർ ജില്ലയിലേക്ക് പോയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ജില്ല എടുക്കുമ്പോൾ കോഴിക്കോട് എടുക്കുമ്പോഴത്തേക്കിനും എത്ര വരുന്നു? കോഴിക്കോട് എടുക്കുമ്പോഴത്തേക്കിനും 463 അഡ്വൈസ് മെമ്മോകൾ പോയിട്ടുണ്ട്. എത്രയാണ്? 463 അഡ്വൈസ് മെമ്മോ ആണ് പോയിരിക്കുന്നത്. ഇനി പത്തനംതിട്ടയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 141. എത്ര അഡ്വൈസ് ആണ്? 141 അഡ്വൈസ് പോയിട്ടുണ്ട്. ഓപ്പൺ കാറ്റഗറിയിൽ 127 റാങ്കുകാരനും ഈഴവ റാങ്കിൽ നിന്നും 136 റാങ്കുകാരന് വരെയാണ് നിയമനം ലഭിച്ചിരിക്കുന്നത്. പിന്നെ ഇനി അടുത്ത നോക്കുമ്പോഴത്തേക്കിനും ഇടുക്കിയിലെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 148 നിയമനമാണ് ഇടുക്കിയിൽ നടന്നിരിക്കുന്നത്. ഇനി അടുത്ത നോക്കുമ്പോൾ ഏതാണ്? കൊല്ലം ജില്ലയിൽ വന്നിരിക്കുന്നതും എത്ര തന്നെയാണ്? 132. മനസ്സിലായോ? 132 അഡ്വൈസ് മെമ്മോ കൊല്ലം ജില്ലയിൽ പോയിട്ടുണ്ട്. അടുത്ത നോക്കുമ്പോഴത്തേക്കിനും എറണാകുളം ജില്ലയിൽ ഇനി കാണിക്കുന്നതല്ല, ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് ആണ്. നമുക്ക് ഇതുവരെ നമ്മൾ കൃത്യമായിട്ടുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ വരുന്നതെല്ലാം അപ്രോക്സിമേറ്റഡ് ആയിട്ടുള്ളൊരു റേഞ്ച് ആയിരിക്കും വരിക. എന്നാൽ ഇതിൽ ഒട്ടും തന്നെ വലുതായിട്ട് കുറയാനോ വേരിയേഷൻസോ ഒന്നും വരാൻ സാധ്യതയില്ല. എറണാകുളം ജില്ലയിൽ 230 അഡ്വൈസ് മെമ്മോ പോയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 172, കാസർഗോഡിൽ 140, മലപ്പുറത്തിൽ 310, കോട്ടയത്താണെങ്കിൽ 165, വയനാടിലാണെന്നുണ്ടെങ്കിൽ 95. വയനാട്ടിലാണെങ്കിൽ എത്രയാണ്? 95 നിയമനമാണ്. അപ്പോൾ ഇതിൽ ഈ ലിസ്റ്റ് പ്രകാരം ഏറ്റവും കുറവ് നിയമനം നടന്നിരിക്കുന്നത് വയനാട് ജില്ലയിലാണ് കേട്ടോ. ഇനി നിങ്ങൾ ഏത് ജില്ലയിലാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത്, ഇനി നമുക്ക് ജില്ലയൊന്നും മാറ്റി കൊടുക്കാൻ സാധിക്കില്ല. എപ്പോഴും അവരവരുടെ ജില്ലയിൽ കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റൊരു ജില്ലയിലൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അഥവാ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ട്രാൻസ്ഫറൊക്കെ കിട്ടാൻ മിനിമം 3 വർഷം അല്ലെങ്കിൽ 5 വർഷമൊക്കെ കഴിയും. പിന്നീട് മറ്റൊരു ജില്ലയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ സീനിയോറിറ്റി പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. മാക്സിമം നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. പിന്നീട് ഓരോരുത്തരുടെ ഈ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടം അനുസരിച്ച് ഇഷ്ടമുള്ള ജില്ലകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ മസ്തൂറിൻ്റെ എക്സാമിൻ്റെ കോച്ചിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയിപ്പം എക്സാം ഡേറ്റ് എന്നാണ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വേണ്ടല്ലോ. സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോൾ എന്തായാലും എക്സാം ഉണ്ട്. അപ്പോൾ എന്തായാലും അതിനു മുമ്പ് പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സമയം വളരെ കുറവാണ്. എത്രയും പെട്ടെന്ന് ഉള്ള സമയത്ത് നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിലോ ഒട്ടും തന്നെ സമയം കളയാതെ നിങ്ങൾ കോച്ചിങ്ങിന് ഒരു പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ AZB അക്കാഡമിയുമായി കോൺടാക്റ്റ് ചെയ്യുക. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സസ്, PDF, ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് ഇതെല്ലാം തന്നെ ഈ ഒരു പാക്കേജിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഇന്ന് തന്നെ AZB അക്കാഡമിയുമായി കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നല്ലൊരു ഗവൺമെൻറ് ജോലി എന്നുള്ളൊരു സ്വപ്നം നിങ്ങൾക്ക് സാധിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്നൊരു ആശംസകളുമായി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്